അപ്പോൾ എല്ലാവരും ലോകകപ്പ് വിശേഷങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മളും ഈ മണിക്കൂർ തുടങ്ങുമ്പോൾ ആദ്യം ലോകകപ്പ് വിശേഷങ്ങളിലേക്ക് തന്നെ പോവാണ്. പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടിയിരിക്കുന്നു കൊളംബിയ. സോക്കർ ഗാലയിലേക്ക്. ലോകകപ്പിൽ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചുകെട്ടി കൊളംബിയ. ഗോൾ രഹിത സമനിലയിൽ മത്സരം അവസാനിച്ചു. ഡീഗോ കോസ്റ്റയാണ് പോർച്ചുഗലിന് രക്ഷകനായത്. ലോകകപ്പ് ഡെസ്കിൽ നിന്ന് കിലാഫ് അഹമ്മദ് തുടരുന്നുണ്ട്. കിലാഫെ, ഈ പോർച്ചുഗലിൻ്റെയും അതേപോലെ കൊളംബിയയുടെയും മത്സരം ഏവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. കാരണം പോർച്ചുഗലിന് ഈ മത്സരത്തിൽ ജയിച്ചെങ്കിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാമായിരുന്നു. മാത്രമല്ല ഗോൾഡൻ ബൂട്ടിട്ടൊക്കെ റോണോ ഇറങ്ങിയ മത്സരം കൂടിയായിരുന്നു ഇത്. പക്ഷെ അത് ഒരു സമനിലയിൽ പോയി. ഈ മത്സരത്തെ എങ്ങനെ വിലയിരുത്താം കിലാഫ്? സേതു, നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ഈ ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ലോകകപ്പ് കിരീടം നേടാനുള്ള സാധ്യതയിൽ പട്ടികയിൽ ആദ്യം മുൻപന്തിയിൽ തന്നെയുള്ള പേരാണ് പോർച്ചുഗൽ എന്ന സൂപ്പർ താരങ്ങളടങ്ങിയ പോർച്ചുഗൽ നിര. അതേപോലെ തന്നെ ഈ ഒരു മത്സരത്തിലൊക്കെ വരുവാണെങ്കിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ ഒരു ജയം അനിവാര്യമായിരുന്നു പോർച്ചുഗലിന്. എന്നാൽ ആ ഒരു ജയത്തിനെ പിടിച്ചു കെട്ടുന്ന രീതിയിലായിരുന്നു കൊളംബിയൻ പ്രതിരോധത്തിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം ഹാമിഷ് റോഡ്രിഗസ് അടക്കമുള്ള താരങ്ങൾ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. താരം ഇരമ്പിയെത്തിയത് 26 തവണയാണ് പോർച്ചുഗലിന്റെ പോസ്റ്റുകളിലേക്ക് കൊളംബിയൻ താരങ്ങൾ ഇരമ്പിയെത്തിയത്. 26 ഷോട്ടുകളിൽ 6 എണ്ണമാണ് കൊളംബിയയുടെ ഗോൾ എന്ന ഉറച്ച ഷോട്ടുകൾ പോർച്ചുഗലിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഡീഗോ കോസ്റ്റ തടുത്തിട്ടത്. ഈ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ നോക്കുകയാണ്, ഡീഗോ കോസ്റ്റയുടെ ഒരു മികച്ച പ്രകടനം തന്നെയാണ് പറങ്കികൾക്ക് ഒരു സമനില നേടി ആശ്വസിക്കാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ ഒരു തോൽവിയിലേക്ക് കൂപ്പുകുത്താവുന്ന ഒരു മത്സരമായിരുന്നു ഈ ഒരു മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഉടനീളം ഒരു പോർച്ചുഗലിനെതിരെ കൊളംബിയയുടെ ആധിപത്യം തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കാണാനായത്. ആദ്യ അരമണിക്കൂറിൽ ഒഴിച്ചാൽ പിന്നീട് നടന്ന 60 മിനിറ്റോളം ആധിപത്യം ഉണ്ടായിരുന്നത് കൊളംബിയക്കാണ്. ആദ്യ അരമണിക്കൂറിൽ മികച്ച അറ്റാക്കുകളായിരുന്നു പോർച്ചുഗലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആകട്ടെ, അതേപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ആകട്ടെ, യാവോ ഫെലിക്സ് ആകട്ടെ, ഇവരെല്ലാവരും കൂടി ആദ്യ പകുതിയിൽ 30 മിനിറ്റുകൾ മികച്ച രീതിയിൽ തന്നെ കളി കൊണ്ടുപോയി. ആദ്യ പകുതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുവശത്തേക്കും തുടരാക്രമണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മറുവശത്ത്, അതായത് രണ്ടാം പകുതിക്ക് ശേഷം കൊളംബിയയുടെ സമഗ്രാധിപത്യം എന്ന രീതിയിൽ തന്നെയാണ് മത്സരം മുന്നോട്ട് പോയത്. ആ ഒരു മത്സരത്തിൽ ഏറ്റവും ഒടുവിൽ 90 മിനിറ്റിലും അതിൽ അധിക സമയത്തും ഇഞ്ചുറി ടൈമിൽ ലഭിച്ച ഒരു ഗോൾ എന്ന ഉറച്ച ഒരു ഷോട്ടായിരുന്നു. എന്നാൽ കൊളംബിയക്ക് ഗോൾ എന്ന തോന്നിച്ച ഒരു നിമിഷം ഉണ്ടായിരുന്നു. ആ ഒരു നിമിഷം വാർ ചെക്കിങ്ങിലൂടെ അതൊരു ഓഫ് സൈഡ് ട്രാപ്പിൽ കുടുങ്ങി. ആ ഒരു ഗോൾ കൊളംബിയക്ക് നിഷേധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ പറങ്കികളെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെട്ടു എന്ന രീതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായാണ് ഇപ്പോൾ പോർച്ചുഗൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊളംബിയാണ് പോർച്ചുഗലിന്റെ നോക്കൌട്ടിൽ എതിരാളികളായി എത്തുക. ഒപ്പം കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം ഗാനയായിരിക്കും അവരുടെ എതിരാളികളായി എത്താൻ സാധ്യതയെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ സാധിക്കുന്നത്. സേതു. ഓക്കെ കിലാഫെ, ശരി. നമുക്കിനി